Hi, it's me Deepthi from Needus Academy. Let me show you how to write a perfect introduction for writing task 2. Basically, we know writing task 2 എന്ന് പറയുന്നത് essays ആണ്. And there we need to follow a structure, that is introduction, body paragraph 1 and 2, then conclusion. First one is introduction. Introduction എപ്പോഴും need to be very small. അവിടെ നമുക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, അവിടെ നമുക്ക് എക്സ്പ്ലനേഷൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യേണ്ട, എക്സാമ്പിൾസും വേണ്ട. സോ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെ നമുക്കിത് ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. First of all, introduction we need to provide one general statement. Then we can paraphrase. Along with paraphrase, we can provide a thesis. ഇനി എന്താണ് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്? ബേസിക്കലി ടാസ്ക് 2ൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഫ്രം ഡിഫറെൻറ്റ് ടോപ്പിക്. ഇറ്റ് ക്യാൻ കൺസിഡർ ആസ് ഫ്രം എഡ്യൂക്കേഷൻ, അതൊരു എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ടോപ്പിക് ആവാം. ഇറ്റ് ക്യാൻ ബി ലോ ആൻഡ് ഓർഡർ. സോ ഡിഫറെൻറ്റ് ടോപ്പിക്സ്. സോ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടോപ്പിക്കിൽ നിന്നായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ബേസിക്കലി ഈ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഗെറ്റ് എ നോളേജ് അബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ ടോപ്പിക്. ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു നോളേജ് നമുക്കുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ദാറ്റ് ഇപ്പോൾ നമുക്കൊരു എഡ്യൂക്കേഷനാണ് നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ വി നീഡ് ടു നോ അബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ ഇൻഫർമേഷൻ. സോ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമുക്കൊരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കറണ്ട് സ്റ്റേറ്റിനെ കുറിച്ച് നമുക്ക് ജനറൽ സ്റ്റേറ്റ്മെൻറ്റിൽ മെൻഷൻ ചെയ്യാം. സോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈസിയാണ്. ആ ടോപ്പിക്കിന് ഈസി ആയിട്ട് നമുക്കൊരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് ജനറൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. ദാറ്റ് നീഡ് ടു ബി ഓൺലി ഇൻ എ വൺ സെൻറ്റൻസ്. അത് ഒരുപാട് എലാബറേറ്റ് ചെയ്യേണ്ട ഒരൊറ്റ സെൻറ്റൻസ് മതിയാവും. ദെൻ വി നീഡ് ടു ഫോക്കസ് ഓൺ ദി ടോപ്പിക് സെൻറ്റൻസ്. ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ക്വസ്റ്റ്യനകത്ത് അവർ എലാബറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ഫോക്കസ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാരഫ്രൈസിങ്. We can do paraphrase by changing the vocabulary, we can change the structure, we can change the word order. ഇങ്ങനെയെല്ലാം നമുക്ക് പാരഫ്രൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പാരഫ്രൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ we need to mention the thesis. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും. ഇറ്റ് ക്യാൻ ബി ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി ഫ്രം എഗ്രി ഓർ ഡിസഗ്രി ടൈപ്പ്, ക്യാൻ ബി ഡിസ്കഷൻ എസ്സേ, ഇറ്റ് ക്യാൻ ബി അഡ്വാൻറ്റേജ് ഓർ ഡിസഡ്വാൻറ്റേജ് എസ്സേ. അപ്പം ഏതെങ്കിലുമൊക്കെ ടൈപ്പ് ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. സോ ആ ടൈപ്പ് ഏതാണെന്നുള്ളത് ആ ക്വസ്റ്റ്യനിൽ നിന്നും we need to understand. Then we need to create a thesis statement. ഈ തീസസ് സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് അവിടെ എൻഡ് ചെയ്യുന്നു. വി ജസ്റ്റ് നീഡ് ടു ക്രിയേറ്റ് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ ഫോക്കസ് ഓൺ ദി ടോപ്പിക് ആൻഡ് പാരഫ്രൈസ്, ദെൻ വി നീഡ് ടു റൈറ്റ് എ തീസസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത്രയുമാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് നീഡ് ടു ബി 60 to 40 വേർഡ്സ്. അവിടെ വി ഡോണ്ട് നീഡ് ടു മേക്ക് too much elaborations and we don't need to make it as a big paragraph. See, ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷനാണ് നമുക്ക് ടാസ്ക് 2ന് വേണ്ടത്. ആൻഡ് ഇറ്റ് നീഡ് ടു ബി വെരി ഇൻഫോർമേറ്റീവ് ആൻഡ് ആക്യുറേറ്റ്. ഒരുപാട് അതിനെ വലിച്ചു നീട്ടിയാൽ അല്ലെങ്കിൽ ഒരുപാട് അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോൾ വി ആർ ടേക്കിംഗ് ടു മച്ച് ടൈം ഫ്രം മേക്കിംഗ് അവർ ബോഡി പാരഗ്രാഫ്സ്. വി നീഡ് മോർ ടൈം ടു റൈറ്റ് അവർ ബോഡി പാരഗ്രാഫ് ആൻഡ് ദി കൺക്ലൂഷൻ. Now we can look for an example how to write an introduction. In some countries, an increasing number of children are overweight or obese as a result of eating too much fast food. Banning fast food from school canteens is the best way to fight this problem. To what extent do you agree or disagree with this statement? So this is the question. ഇത് to what extent do you agree or disagree? Opinion type question ആണ്. ഇതിനകത്ത് ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത് ഒരു കറണ്ട് അഫയേഴ്സിനെ കുറിച്ചാണ്. നൗഡേയ്സ് വി ക്യാൻ സീ ദ ചിൽഡ്രൻ ആർ ഗെറ്റിംഗ് മോർ ഒബേസ്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രോബ്ലത്തെക്കുറിച്ചാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു പ്രശ്നത്തിൻ്റെ കറണ്ട് സ്റ്റേറ്റിനെ കുറിച്ച് വി ക്യാൻ ക്രിയേറ്റ് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ ലുക്ക് ഇൻ ടു ദാറ്റ്. Excessive weight gain and obesity have become major issue among children. Can consider as the general statement. ഒബേസിറ്റിയെക്കുറിച്ച് ഇന്ന് നമ്മുടെ കറണ്ട് സൊസൈറ്റിയിലുള്ള ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷനാണ് ഇവിടെ ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് പാരഫ്രൈസിങ്. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക് സെൻറ്റൻസിന് പാരഫ്രൈസ് ചെയ്യണം. ദെൻ ലുക്ക് ഇൻ ടു ദാറ്റ്. It is argued that schools should not be allowed to sell fast food in order to reduce the rates of childhood obesity. This is the paraphrased statement of our question. Along with this paraphrased statement, we need to provide one thesis. Then next we are going to write a thesis. I do not agree with the statement that this is not only the effective measure to alleviate this problem. This is the thesis statement that we created. I am disagreeing with the statement that not only selling the fast food from the canteen can reduce the overweight from the children. നമുക്കത് പല ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് ബോഡി പാരഗ്രാഫിൽ മെൻഷൻ ചെയ്യാം. In this way we need to create an introduction, the general statement, paraphrased statement and thesis. We don't need to make any gap in between these statements. We need to provide it in a single paragraph. If you follow all this method while you are writing an introduction, definitely you can create an accurate introduction for your writing task too. Thank you.
Needus Academy, India's #1 language academy.